ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പഠിക്കുന്ന കോച്ചിങ് സെൻറ്ററിൽ ഇന്ന് ഓണാഘോഷം കേട്ടോ. അപ്പോൾ രാവിലെ പോകുന്നത് എന്താ വെച്ചാൽ പൂക്കളം മൊത്തം ഞങ്ങളെ തലക്കാടില്ലേ. ഞാൻ പോകുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ട്രെയിനെല്ലാം വന്ന് ട്രെയിനിങ് കുറച്ച് വായി നോക്കിയിട്ട് നേരെ വിട്ടു. അങ്ങനെ കണ്ണൂരെത്തി. പൂക്കളത്തിൻ്റെ നടുക്കൊക്കെ ഞാൻ ഗ്രീൻ ആപ്പിളെല്ലാം വരച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഹിമിയും കൂടിയിട്ട് ചോക്കും നൂലും ബാക്കിയെല്ലാം കൂടി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾക്ക് ഓരോരാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടേന്. വന്നവരെല്ലാവരും ചുറ്റും എത്തിയിട്ട് ഞാൻ ഡിസൈൻ വരക്കാൻ തുടങ്ങി. കുറച്ച് പാട്ടും കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് നല്ല വാങ്ങണ്ടായത്. പാവഞ്ചില് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വീഡിയോയിലെല്ലാം എടുത്തതിന്. വരക്കുന്നത് എൻ്റെ തിലക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല. എല്ലാം ഓളെ ഏൽപ്പിച്ചിട്ട് ആവുന്ന രീതിയിലുള്ള എടുത്തു തന്നിട്ടുണ്ട് എനിക്ക്. ഏകദേശം ഞാൻ വരച്ച് കഴിയാനാകുമ്പോഴൊക്കെ ഏകദേശം എല്ലാവരും വന്നു. ഓരോരാൾക്ക് ഞാൻ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓരോ കളറ് പൂ തല്ലാൻ വേണ്ടിയിട്ട്. ഇട്ട് തുടങ്ങിയിട്ട് ഒരു പകുതിയിലാകുമ്പോൾ ബോയ്സും കൂടിയും വന്ന്. അവർ വന്നിട്ടാകുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടി പൂ തൊറ്റുന്നതിൻ്റെ. പൂ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരാൾ പാട്ടെല്ലാം പാടി അടിപൊളിയായിരുന്നു. ഈ കാണുന്നത് ലാസ്റ്റ് ടച്ചപ്പ് വന്നിട്ടാണ്. ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് ഹാപ്പി ഓണം എഴുതി തരുന്നുണ്ടായിരുന്നു. എൻ്റെ അടുക്ക് അജിൽ വന്ന് 2-3 ഫോട്ടോ എല്ലാം എടുത്തതെന്ന്. ബാക്കി ഡെക്കറേഷനെല്ലാം ബോയ്സിന് വിട്ടുകൊടുത്തു. കാരണം കുറച്ച് ഹൈറ്റിൽ പൂമാലെല്ലാം കുത്തേണ്ടതുണ്ടായിരുന്നു. നമുക്ക് എത്തോടെ അവരെ ഏൽപ്പിച്ചു. ഒരാൾക്ക് ക്ലാസ് ആണ്, ഒരാൾക്ക് ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ഞങ്ങൾ തിരുവാതിരയായിരുന്നു. അപ്പോൾ തലേന്ന് ഗ്രൂപ്പിലിട്ടിട്ട് അങ്ങനെ പഠിച്ച് വന്നതാണ്. നേരമണം നോക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ആടുന്നില്ല സമയത്ത് അവരെല്ലാം സ്റ്റെപ്പെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും വലിയ തെറ്റില്ലാണ്ട് കളിച്ച് ഒപ്പിച്ചു. ഞങ്ങളെ കൂട്ടത്തിൽ 1-2 ആൾ നോക്കി വന്നുകൊണ്ട് അവരെ നോക്കിയിട്ടായിരുന്നു പിന്നെ ഫുള്ള് സ്റ്റെപ്പെല്ലാം. എല്ലാവരും നേരത്തെ പോയിട്ട് അളവെല്ലാം എടുത്ത് സെറ്റായി നിൽക്കുക. എന്നിട്ടാ സുന്ദരിക്ക് പൊട്ടോടെ രാഗേജി മതി.
നിന്റെ സുന്ദരി ഇവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഒഴമത്തെ ഒറ്റയിൽ തൊടണം എന്നാണ് മനസ്സിൽ. പൊട്ട് ശരിക്കും പിടിക്കും. അടുത്തത് കസേര കളിയാണ്. എനിക്ക് കസേര കളിയാണോ അല്ല നടത്ത മത്സരമാണോ ഒന്നും അറിയില്ല. നല്ല എല്ലാവരും പറഞ്ഞിട്ട് ആസ്വദിച്ചോട് വാമ്പാക്കാനും പോലെയാണ് നടത്തം. അങ്ങനെ ഞങ്ങൾ 10-15 ആൾ കൂടി പറഞ്ഞത് അവസാനം 3 ആളിലേക്ക് എത്തിയിരിക്കുന്നത്. ഗേൾസിൻ്റെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബോയ്സിൻ്റെ ആണല്ലോ. അവർക്ക് പറ്റിയ സെറ്റ് കാട്ടെല്ലാം എടുത്തിട്ട് അവരെ കസേര കളിയായിരുന്നു എടുത്തത്. അങ്ങനെ ലാസ്റ്റ് 2 ആൾ ഇല്ലാതെ ഇവരെ വന്നിട്ട് 2 ആളുണ്ടായി. ഇന്ന് ഭയങ്കര കടുപ്പമുള്ള മത്സരമായിരുന്നു 2 ആളും കൂടി. ചൂടിൻ്റെ 20 കൂടി കഴിഞ്ഞാൽ ഒരു വട്ടം നടത്തിയിട്ട് അടുത്ത റൗണ്ടും കൂടി ഒന്നും കൂടി ആ റൗണ്ട് റിപ്പീറ്റ് ചെയ്തു. കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുക, ജയിക്കുക എന്നുള്ളത് നോക്കണ്ട. ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ. അടുത്ത പരിപാടി സൂചിയിൽ നൂലുവർക്കലുണ്ടായിരുന്നു. ഗെയിംസ് കുറേ ഉണ്ടായതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം നല്ല ഓർമ്മ വന്നിട്ട് സാധാരണ അല്ലാത്ത പോലെ നിലത്തിരുന്നിട്ട് ശമണപാടി ഇരുന്നിട്ട് എല്ലാവരും ഒന്നിച്ചായിരുന്നു ഫുഡ് കഴിച്ചത്. മതി രാവിലെ എനിക്കെന്നോട് സ്നേഹം ഉണ്ടായിന്, രാവിലെ ഉണ്ടായിന്. ഇപ്പം മതി മതി മതി. ഇതിനേക്കാൾ നല്ല സദ്യ ചാറ് മാത്രം മതി. എന്തിനോടോ ഇതെല്ലാം നിങ്ങൾക്ക് സ്പെഷ്യലുണ്ടോ? അങ്ങനെ എല്ലാം സെറ്റായി. ഇതാണ് ഞങ്ങൾ ഓണസദ്യ ഇപ്രാവശ്യത്തെ. First place goes to Anvi. Second place goes to Abhinay. Congratulations to all winners. അടുത്തത് തൊപ്പി ചേഞ്ച് ചെയ്യലായിരുന്നു. കളിച്ചളിച്ച് അവസാനം ഇവർ 2 ആൾ മാത്രമേ മുമ്പിലോട്ട് പോയിട്ട് അവർക്ക് തന്നെ കൺഫ്യൂഷനുണ്ടായിരുന്നു ആരാ ജയിച്ചത്. ഈ റൗണ്ട് 2 വട്ടം റിപ്പീറ്റ് ചെയ്തു.
ഇപ്രാവശ്യത്തെ ഓണപ്പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനും ഹിമിയും കൂടി നേരത്തെ ട്രെയിനും പിടിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. അപ്പോഴില്ലാത്ര ഒന്നും തിരക്കുണ്ടായിട്ടാ, തിരക്ക് ഇപ്രാവശ്യം എന്തായാലും കുറവായിരുന്നു. അങ്ങനെ എൻ്റെ നാളായ നീലേശ്വരം എത്തി. എല്ലാവർക്കും ഹാപ്പി ഓണം. കഴിഞ്ഞു.